താങ്കളുടെ ഈ വാട്സപ്പ് ഐ ഡിയിൽ താങ്കൾ കൊടുത്തിരിക്കുന്ന പേര് സുധീർ മജീദ് എന്നാണ്. എന്തായാലും മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പേറിയവനായ സുധീറെ, അള്ളാഹുവിൽ എപ്പോഴാണ് പങ്കുചേരുക എന്ന് നിനക്കറിയില്ല എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുമ്പോൾ തൻ്റെ തൊട്ടരികിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ, ജിന്നെ എനിക്കൊരു വെളിച്ചം തായ്, എന്നെ ഒന്ന് സഹായിക്കണേ എന്നാവശ്യപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ സഹായത്തേട്ടം കേട്ടുകൊണ്ട് പ്രത്യുത്തരം ചെയ്യുവാൻ ഈ ജിന്നിന് അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല. അങ്ങനെ ഒരുവൻ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദ്ധികവുമായ ഈ ജിന്നിനോട് ഈ സഹായാർത്ഥന നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തായ അൽ മുജീബ്, പ്രത്യുത്തരം നൽകുന്നവൻ എന്ന സിഫത്തിലാണിത് പങ്കുചേരുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അത് പങ്കുചേരും. അങ്ങനെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ പങ്കുചേരും. അങ്ങനെ അത് ഷിർക്കായി തീരും. ഒട്ടനവധി സിഫത്തുകളിൽ പങ്കുചേരുന്നുണ്ട് എങ്കിലും ഞാൻ ഒരൊറ്റ സിഫത്ത് വെച്ചാണ് നിനക്ക് മറുപടി തന്നിട്ടുള്ളത്. നിൻ്റെ ഈ ജഹാലത്തിന്, നിൻ്റെ അബൂജഹലിൻ്റെ വിശ്വാസം പേറിയവരായ നിനക്ക് ഞാൻ ഒരൊറ്റ അള്ളാഹുവിൻ്റെ സിഫത്ത് വെച്ച് നിൻ്റെ വാദത്തെ മറുപടി തന്നിരിക്കുകയാണ്. നിൻ്റെ വാദത്തെ ഖണ്ഡിച്ചിരിക്കുകയാണ്. നിൻ്റെ ആദർശത്തെ, അഖീദയെ പിഴച്ചവരാണ് എന്ന് ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. താങ്കളുടെ ഈ വാട്സപ്പ് ഐ ഡിയിൽ താങ്കൾ കൊടുത്തിരിക്കുന്ന പേര് സുധീർ മജീദ് എന്നാണ്. എന്തായാലും മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പേറിയവനായ സുധീറെ, അള്ളാഹുവിൽ എപ്പോഴാണ് പങ്കുചേരുക എന്ന് നിനക്കറിയില്ല എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഷിബു അബ്ദുസ്സലാം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനായ KNM കേരള നവമടവൂരികളുടെ ശക്തനായ ഒരു സൈബർ പോരാളിയാണ് എന്ന് ഇദ്ദേഹത്തെ കാണുന്നവർക്കൊക്കെ അറിയാം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് ആലു ഷെയ്ഖിൻ്റെ ഫത്വ കത്തിച്ച് കുപ്രസിദ്ധനായ ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ ഇദ്ദേഹം നമുക്കിനി എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നത് എന്ത് എന്ന് ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്തിന് അദ്ദേഹം അയച്ച വോയിസാണ് നിങ്ങൾ ഈ കേട്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് സാഗൂതം ശ്രദ്ധിക്കാം. അതിൽ എന്താണ് ഇദ്ദേഹം അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്നത്തെ ആധുനിക KNM വളർത്തിയെടുക്കുന്ന അണികൾ വാസ്തവത്തിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്ന അള്ളാഹു ആരാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇത് കേട്ടുകൊണ്ട് തിരിച്ചറിയാൻ നല്ലൊരു അവസരമാണ് ഇത്. എല്ലാവരും സാഗൂതം ശ്രദ്ധിക്കുക. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുമ്പോൾ തൻ്റെ തൊട്ടരികിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. സഹോദരന്മാരെ, ഇദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളും നമ്മൾ നിർത്തി അതിനെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാണ്. ഒരു ഹർഫ് പോലും വിട്ടുകളയുന്നില്ല. ഇദ്ദേഹം പറയുന്നത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. അഥവാ മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങൾക്കകത്താണോ പുറത്താണോ ഈ ശബ്ദം കേൾപ്പിച്ച വ്യക്തി എന്നത് നിങ്ങളൊന്ന് സാവകാശം ചിന്തിക്കുക. മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ഒന്ന് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. അഥവാ കാത് കൊണ്ട് കേൾക്കുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അകത്താണോ പുറത്താണോ? ഇനിയിപ്പോൾ നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവിടെ അള്ളാഹു ഇവൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഷിബു കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് KNM ഇന്ന് വളർത്തിയെടുക്കുന്ന നവമടവൂരികൾ മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹു ആരാണ് എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത് ഇങ്ങനെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്കതിൻ്റെ ബാക്കി വിശദീകരിക്കാം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുമ്പോൾ തൻ്റെ തൊട്ടരികിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ, ജിന്നെ എനിക്കൊരു വെളിച്ചം തായ്, എന്നെ ഒന്ന് സഹായിക്കണേ എന്നാവശ്യപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ സഹായത്തേട്ടം കേട്ടുകൊണ്ട് പ്രത്യുത്തരം ചെയ്യുവാൻ ഈ ജിന്നിന് അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല. അപ്പോൾ സഹോദരന്മാരെ, ഈ ഷിബു അബ്ദുസ്സലാം എന്ന് പറയുന്ന KNM പ്രവർത്തകൻ, കേരള നവ മടവൂരികളായിട്ടുള്ള അഭിനവ KNMകാരൻ പറയുന്നത്
രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. അപ്പോൾ എന്തായി? കാര്യകാരണ ബന്ധത്തിൻ്റെ അകത്തായി. തൻ്റെ ചെവി കൊണ്ട് കേട്ട ശബ്ദം, ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി, അള്ളാഹുവേ എനിക്കൊരു മെഴുകുതിരി തരാമോ? രാത്രിയല്ലേ, കണ്ണ് കാണുന്നില്ലല്ലോ, അപ്പോൾ വെളിച്ചം വേണം. അപ്പോൾ അതിന് മെഴുകുതിരി ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോടാ. എന്താണ് സഹോദരന്മാരെ ഈ ചങ്ങാതിമാർ, അള്ളാഹുവിനെ എന്താണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. ഇതുപോലെ അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് ഇകഴ്ത്തി പരിഹസിച്ച് കുഫരിയത്തിൻ്റെ വാദം അവതരിപ്പിക്കുന്ന വളരെ ദുരവസ്ഥയിലേക്കാണ് കേരള നവമടവൂരികൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നതിന് ഇതിനും വലിയ വല്ല തെളിവും ഇനി ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ മനുഷ്യനാണെന്ന് കരുതുന്നതിന് പകരം ഒരു മനുഷ്യനാണെന്ന് കരുതി മനുഷ്യനോട് വല്ല മെഴുകുതിരിയുമുണ്ടോ? അത് ശബ്ദം കേൾപ്പിച്ചല്ലോ, അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമ മനുഷ്യനാണെന്ന് കരുതി മനുഷ്യരോട് ഒരു മെഴുകുതിരി ഉണ്ടോ, ഒരു ടോർച്ചുണ്ടോ, തീപ്പെട്ടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഒരാൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാൾ അവിടെ ജിന്നായിരിക്കാമെന്ന് സങ്കല്പിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കുചേർത്തു എന്ന വിവരക്കേട്, ജഹാലത്ത് വിളമ്പിയിട്ട് കുഫരിയത്തിൻ്റെ വാദം പറഞ്ഞിട്ട് ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയമാണോ സഹോദരന്മാരെ? ഇത് അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് ഇകഴ്ത്തുകയല്ലേ? മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യമല്ലേ ഇത്? മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യം, കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പരസ്പരം ആവശ്യപ്പെടേണ്ട കാര്യം മനുഷ്യേതര സൃഷ്ടിയോട് ഒരാൾ ആവശ്യപ്പെട്ടു. അവിടെ കേൾപ്പിച്ച ഹയ്യും ഹാലുറുമാണെന്ന് കരുതുന്ന, ഈമാനികമായി നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ജിന്നുണ്ടെന്നൊരാൾ കരുതി ഒരാൾ ആവശ്യപ്പെട്ടാൽ അതിനെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ലേ? ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നല്ലട്ടോ, തെറ്റിദ്ധരിക്കേണ്ട. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണോ അല്ലേ? ഈ ഒരു വിഷയമാണ് നമ്മളിത് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്നൊരു കാര്യമാണോ ഇത് എന്നത് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്ത സൃഷ്ടികളുടെ സിഫത്ത് സൃഷ്ടാവിലേക്ക് ആരോപിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്ന വളരെ തലതിരിഞ്ഞ 2012 തൗഹീദാണ്. അതിൻ്റെ തിക്തഫലമാണ് ഇത്തരം സഹോദരന്മാർ ഇത്തരം വിചിത്രവാദവുമായി രംഗത്ത് വരുന്നത് എന്നത് നിങ്ങളെ തിരിച്ചറിയാനാണ് നമ്മളിത് കേൾപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ ഏത് സിഫത്തിലാണ് ഇത് പങ്കു ചേർക്കലെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. നഊദു ബില്ലാഹ്. ഇതൊക്കെ ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അള്ളാഹു ആരാണ്? അങ്ങനെ ശബ്ദം കേൾപ്പിച്ച് നമുക്കിടയിൽ വരുന്ന ഒരാളാണോ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്നതെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോയ, ഒരു നൂറ്റാണ്ട് കാലം തൗഹീദ് പ്രബോധനം ചെയ്ത് ഈ സമൂഹത്തെ ശിർക്കിൽ നിന്നും തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് വഴികാട്ടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ അണികളാണെന്ന് പറയാൻ ലജ്ജയില്ലേ സഹോദരന്മാരെ നിങ്ങൾക്ക്? അതുകൊണ്ട് കേൾക്കട്ടെ, അദ്ദേഹം പറയട്ടെ. ഈ ജിന്നിന് അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല. അങ്ങനെ ഒരുവൻ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദ്ധികവുമായ ഈ ജിന്നിനോട് ഈ സഹായാർത്ഥന നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തായ അൽ മുജീബ്, പ്രത്യുത്തരം നൽകുന്നവൻ എന്ന സിഫത്തിലാണിത് പങ്കുചേരുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അത് പങ്കുചേരും. അങ്ങനെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ പങ്കുചേരും. അങ്ങനെ അത് ഷിർക്കായി തീരും. ഒട്ടനവധി സിഫത്തുകളിൽ പങ്കുചേരുന്നുണ്ട് എങ്കിലും ഞാൻ ഒരൊറ്റ സിഫത്ത് വെച്ചാണ് നിനക്ക് മറുപടി തന്നിട്ടുള്ളത്. നിൻ്റെ ഈ ജഹാലത്തിന്, നിൻ്റെ അബൂജഹലിൻ്റെ വിശ്വാസം പേറിയവരായ നിനക്ക് ഞാൻ ഒരൊറ്റ അള്ളാഹുവിൻ്റെ സിഫത്ത് വെച്ച് നിൻ്റെ വാദത്തെ മറുപടി തന്നിരിക്കുകയാണ്. നിൻ്റെ വാദത്തെ ഖണ്ഡിച്ചിരിക്കുകയാണ്. നിൻ്റെ ആദർശത്തെ, അഖീദയെ പിഴച്ചവരാണ് എന്ന് ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. അഞ്ജനം എന്നാൽ എനിക്കറിയാം, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നിപ്പോൾ നിങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്താണ് അഞ്ജനം, എന്താണ് മഞ്ഞൾ? ഒന്നും തിരിയാത്ത ഒരു പടു ജാഹിലാണ് നിങ്ങൾ എന്നിവിടെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹോദര, മക്ക മുശ്രിക്കിൻ്റെ വിശ്വാസം എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റുബൂബിയത്ത് എന്താ? ഉലൂഹിയത്ത് എന്താ? ഇതൊക്കെ നിങ്ങൾ ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരെ, സൃഷ്ടാവിനെ അത്തരം ഒരു സാഹചര്യം അഥവാ ശബ്ദം കേൾപ്പിച്ച വ്യക്തി ശക്തി അള്ളാഹുവാണെന്ന് വിശ്വസിക്കാൻ തന്നെ പാടില്ല. അത് സൃഷ്ടികൾക്ക് മാത്രമേ നമുക്കിടയിൽ അങ്ങനെ ശബ്ദമുണ്ടാക്കി വരൂ.
എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ സൃഷ്ടാവിനെ അവിടെ സങ്കല്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഇവിടെ രാത്രിയുടെ ഏരിയയിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ലേ സഹോദരന്മാരെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം മനസാക്ഷിയോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന സൃഷ്ടാവ് അത്തരം ഒരു ശക്തിയാണോ, വ്യക്തിയാണോ? അങ്ങനെ ശബ്ദമുണ്ടാക്കി നിങ്ങൾക്കടുത്ത് വരുന്ന വ്യക്തിയാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹു? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്ക്. ഈ കേരള നെതുവത്തുൽ മുജാഹിദിൻ്റെ പേര് ദുരുപയോഗം ചെയ്തിട്ട് ഇത്തരം ആളുകളെ വളർത്തിയെടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പുരോഹിതന്മാരെ നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരില്ലേ? ഇത്തരം ജാഹിലുകളെ വളർത്തിയെടുക്കാനാണോ നിങ്ങൾ ഈ 2012 ഈ രൂപത്തിൽ ഖുർആനും ആയത്തും ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്ത തൗഹീദ് കീഴ്മേൽ മറച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചിട്ടും സൃഷ്ടാവായ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഈ ഒരു വികലവിശ്വാസം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത്തരം പിഴച്ച വാദങ്ങൾ പറയുന്നിടത്തേക്ക് ഇതുപോലുള്ള ഷിബുമാരെ സൃഷ്ടിക്കുന്നതിന് കാരണമായതിന് നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരില്ലേ എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ അൽ മുജീബ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയിൽ, അഥവാ ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്ന പ്രത്യേകതയിൽ പങ്കുചേർക്കൽ വരുന്നു. അതുകൊണ്ടാണ് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ഒക്കെ പങ്കുചേർക്കലാകുന്നത് എന്നാണ് ഈ സൂറത്ത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഈ സൂറത്തിന് എന്താണ് മുജീബ്, ഉത്തരം ചെയ്യുക എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവിടെ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ചിട്ട് കിട്ടേണ്ട കാര്യം, ഒരു ശബ്ദം കേൾക്കുന്നു, ശബ്ദത്തിൻ്റെ ഉടമ മനുഷ്യനാണെന്ന് കരുതുന്നു, മനുഷ്യരോട് ഒരു മെഴുകുതിരിയുണ്ടോ, തീപ്പെട്ടിയുണ്ടോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ, എങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ആവശ്യപ്പെടേണ്ടതിന് പകരം ഒരാൾ അവിടെ ജിന്നനെ ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയാൻ ഈ സുഹൃത്തിന് ഈ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ടത് എന്താണ്, സൃഷ്ടാവിൻ്റെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ടത് എന്താണ് എന്നത് പോലും തിരിച്ചറിയാനുള്ള വകതിരിവ് നഷ്ടപ്പെട്ടുന്ന രൂപത്തിലാണ് കേന്നം ഇന്ന് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് എന്ന ദയനീയമായ ഒരു കാര്യം നിങ്ങളെല്ലാവരും തിരിച്ചറിയുകയും ഈ പിഴച്ച വിശ്വാസം കൈയൊഴിച്ചിട്ട് യഥാർത്ഥ തൗഹീദി ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആ മുജീബ്, സൃഷ്ടാവാണ് മുജീബ്, ഉത്തരം ചെയ്യുന്നവൻ, പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും സൃഷ്ടാവിന് മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടിക്കും അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ലാത്ത കഴിവ് സൃഷ്ടാവിന് മാത്രമാണ്. ആ കഴിവ് ഒരു സൃഷ്ടിക്കും അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല. എന്നാൽ മനുഷ്യർക്ക് അള്ളാഹു വിട്ടുകൊടുത്ത കഴിവ് മനുഷ്യർക്ക് കഴിയുന്നത് പോലെ ജിന്നുകൾക്കും കഴിയുമെന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ അതിന് അള്ളാഹുൽ പങ്കു ചേർത്തു എന്ന് പറയില്ല. ജിന്നുകൾക്ക് കഴിയുന്ന കാര്യം മലക്കുകൾക്ക് കഴിയുമെന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ അതിന് അള്ളാഹുൽ പങ്കു ചേർത്തു എന്ന് പറയില്ല. മൃഗങ്ങൾക്ക് കഴിയുന്ന കാര്യം പറവകൾക്ക് കഴിയുമെന്നൊരാൾ തെറ്റിദ്ധരിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയില്ല. സഹോദരന്മാരെ, ഇത് ഈ ഒരു സാമാന്യ സെൻസ് പോലും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിലേക്ക് കേരള നെതുവത്തുൽ മുജാഹിദിൻ്റെ പുരോഹിതന്മാർ അവരുടെ അണികളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സത്യപന്ഥാവിലേക്ക് മടങ്ങി വരാനും യഥാർത്ഥ തൗഹീദ് സ്വീകരിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.